പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 35 വരെ തിരുവചന ഭാഗങ്ങൾ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. വൈദ്യശാസ്ത്രം അനുസരിച്ച് 3 മുതൽ 4 ദിവസം വരെ വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ, ഭക്ഷണം കഴിക്കാതെ 2 മാസം വരെയൊക്കെ മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും അകറ്റുന്ന ജലത്തെക്കാളും ഭക്ഷണത്തെക്കാളും ഈശോ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് ആത്മാവിൻ്റെ വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചുമാണ്. ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് ശിഷ്യന്മാർ അപേക്ഷിക്കുമ്പോൾ, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും അകറ്റുവാൻ 2 മാർഗങ്ങളാണ് ഈശോ നമ്മുടെ മുമ്പിൽ വെച്ച് തരിക: അടുത്തു വരുവാനും വിശ്വസിക്കുവാനും. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനം മാംസമായ ഈശോയുടെ തിരുശരീരമാകുന്ന പരിശുദ്ധ കുർബാനയുടെ ചാരത്ത് ഓടി അണയുവാനാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. ആ സാമീപ്യമാണ് നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പ് അകറ്റുന്നത്. ഈശോ ഇന്നും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു, നമുക്കായി മുറിക്കപ്പെടുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നതിലൂടെയാണ് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം ശമിക്കുന്നത്. ഈ വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. അനുദിനം ഈ വിശപ്പിലൂടെയും ദാഹത്തിലൂടെയും നമ്മുടെ ആത്മാവിൽ ജീവൻ പകരുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമുക്ക് യാചിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ കുടുംബത്തെ, വ്യക്തിജീവിതത്തെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ വിശപ്പും ദാഹവും എന്നും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.